ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പൂപ്പിനെ വരയ്ക്കുന്നതിൻ്റെ ഡേ 9 ആൻഡ് ഡേ 10 വീഡിയോ ആണിത്. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. കാരണം ഞാനും എൻ്റെ ഭാര്യയും കൂടെ ചെറിയൊരു തീർത്ഥാടന യാത്രയ്ക്ക് പോയിരുന്നു. ഒന്ന് തിരുപ്പതി വരെ. സംഭവം പോയത് തിരുപ്പതി ഭഗവാനെ കാണാനാണെങ്കിലും ഞങ്ങൾ തിരുപ്പതി സൂവിൽ കൊടുന്ന് കയറി. എൻ്റെ ഭാര്യ ആളൊരു കട്ട അനിമൽ ലവറാണ്. അല്ലെങ്കിൽ ഒരു അര കിലോമീറ്റർ നടക്കണമെങ്കിൽ ഒരു അരമണിക്കൂറോളം എന്നെ കാല് തിരുമ്മിപ്പിക്കും. പക്ഷേ ഒരു സൂവിൽ കയറി മൃഗങ്ങളൊക്കെ കണ്ട് അച്ചട മുത്തേന്നൊക്കെ പറഞ്ഞ് അതിനെ കൊഞ്ചിച്ച് ഇങ്ങനെ കുറച്ച് നേരം നടക്കുകയാണെങ്കിൽ എത്ര കിലോമീറ്റർ വേണമെങ്കിലും നടക്കും, ഒന്നും മിണ്ടില്ല. പിന്നെ ഞങ്ങൾ കൂടുതൽ ഗൂഗിളൊക്കെ ചെയ്ത് റിവ്യൂ ഒന്നും നോക്കാണ്ട് പോയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സൂ അങ്ങ് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാദ്യമായിട്ടാണ് ഞാനൊരു ചിങ്കത്തിനെ നേരിട്ട് കാണുന്നത്. ചിങ്കം കൂടാണ്ട് കടുവ, മാൻ, മുയൽ അങ്ങനെ കുറേ പേരെ കണ്ടു, ഫോട്ടോസും എടുത്തു. അപ്പോൾ ഗോയിങ് ഫോർവേഡ് ഈ ചാനലിൽ ഞാൻ കുറച്ചുകൂടെ അനിമൽസിനെ വരച്ചിട്ട് അതിൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും. സൂ കണ്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഭാര്യേൻ്റെ ബാഗ് സെക്യൂരിറ്റിക്കാരൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കൂടെ ഒന്ന് ചെക്ക് ചെയ്തു. കാരണം അങ്ങനെ ചെക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ മൃഗങ്ങളെ അവൾ അങ്ങ് എടുത്തുകൊണ്ട് വരും. അങ്ങനെ സൂ ഒക്കെ കാണിക്കാൻ കൊണ്ടുപോയതുകൊണ്ട് പൂപ്പീനെ വരയ്ക്കുന്ന ഡെഡ് ലൈൻ ഡിലേ ആയിട്ടും എന്നെ ഇതുവരെ എൻ്റെ ഭാര്യയെ തല്ലിയൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ അവസ്ഥ പറഞ്ഞാൽ കഷ്ടമാണ്. പണിയെടുക്കാൻ പോയാൽ മാനേജർ തരുന്ന ഡെഡ് ലൈൻ, തിരിച്ചു വന്നാൽ ഭാര്യ തരുന്ന ഡെഡ് ലൈൻ. മാനേജറിൻ്റെ ഡെഡ് ലൈൻ തീർത്തില്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് മാത്രമേ കിട്ടാത്തുള്ളൂ. പക്ഷേ ഭാര്യ തരുന്ന ഡെഡ് ലൈൻ അനുസരിച്ചില്ലെങ്കിലും ചിലപ്പോൾ ചോറ് പോലും കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ ശരി ഗൈസ്, ഞാനെന്നാൽ പോയിട്ട് എൻ്റെ ഭാര്യേൻ്റെ ഡെഡ് ലൈൻ തന്നതൊന്ന് തീർക്കാൻ നോക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുമ്പോഴത്തേക്കും ഐ ഹോപ്പ് ഞാൻ ഈ ഡെഡ് ലൈനൊക്കെ തീർത്ത് നല്ല കുട്ടിയായി പൂപ്പിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് ഇടുമെന്ന്.